കരൂർ റാലി ദുരന്തത്തിൽ തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്ക്കെതിരെ സിബിഐ അന്വേഷണം ഊർജിതമാക്കുന്നു. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വിജയ് സിബിഐക്ക് വീണ്ടും നോട്ടീസ് നൽകി. കരൂരിലെ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് നടനും ടിവിക്ക് അധ്യക്ഷനുമായ വിജയ് വീണ്ടും ചോദ്യം ചെയ്യാനായി സിബിഐ വിളിപ്പിച്ചു. മാർച്ച് 10 ഹാജരാകാനാണ് നിർദ്ദേശം. നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് വിജയ്ക്ക് സിബിഐ സമൻസ് അയച്ചത്. ജനുവരി 12, 19 തീയതികളിൽ നടനെ ഏജൻസി ആസ്ഥാനത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ സിബിഐ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചില കാര്യങ്ങളിൽ വ്യക്തത ആവശ്യമായതിനാലാണ് നടനോട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. 2025 സെപ്റ്റംബർ 27 തമിഴ്നാട്ടിലെ കരൂരിൽ വിജയുടെ റാലിക്കിടെ 41 പേർ കൊല്ലപ്പെടുകയും 60-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. നിലവിൽ സിബിഐ ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അന്വേഷണം ഏറ്റെടുക്കാൻ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ സുപ്രീം കോടതി സിബിഐ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. ഏജൻസിയുടെ അന്വേഷണം നിരീക്ഷിക്കാനായി മുൻ സുപ്രീം കോടതി ജഡ്ജി അജയ് റസ്തോഗിയുടെ നേതൃത്വത്തിൽ ഒരു മേൽനോട്ട സമിതി രൂപീകരിക്കുകയും ചെയ്തിരുന്നു. നിശ്ചയിച്ചതിലും 7 മണിക്കൂറിലധികം വൈകി വിജയ് വേദിയിലെത്തിയത് എന്തുകൊണ്ടാണ്? വലിയ ആൾക്കൂട്ടവും തിരക്കും ഉണ്ടായിട്ടും എന്തുകൊണ്ട് പ്രസംഗം തുടർന്നു? തിരക്ക് ഒഴിവാക്കാനായ ആളുകളെ പിരിച്ചുവിടാൻ ഒരു പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിലും സൂപ്പർ താരം എന്ന നിലയിലും വിജയ് എന്ത് നടപടി സ്വീകരിച്ചു? സംഭവത്തിനു ശേഷം എന്തുകൊണ്ടാണ് അടിയന്തരമായി ചെന്നൈയിലേക്ക് മടങ്ങിയത്? എന്നീ കാര്യങ്ങളിലാണ് സിബിഐ പ്രധാനമായിട്ടും ഉത്തരം തേടുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.